പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വഖഫ് അടക്കം 16 ബില്ലുകൾ പരിഗണനയിലുണ്ട്. അദാനി വിഷയം ഉയർത്തി സഭാ നടപടികൾ ബോധപൂർവം സ്തംഭിപ്പിക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം വഖഫിൻ്റെ കയ്യേറ്റം, അതിനെതിരെയുള്ള ഭേദഗതി ബിൽ, അതിൻ്റെ നടപടികൾ അത് ഇത്തവണത്തെ സമ്മേളനത്തിൽ പരിഗണിക്കുന്നു. പക്ഷേ ഇത്ര ആളുകളെ അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളെയും ബാധിക്കുന്ന ഇത്ര സുപ്രധാനമായ ഒരു ബില്ലിൻ്റെ ഭേദഗതി ചർച്ച ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ബിൽ പരിഗണിക്കുമ്പോഴാണ് അദാനി വിഷയം ഉയർത്തി മനഃപൂർവ്വം സ്തംഭിപ്പിക്കാൻ ഇന്ത്യ സഖ്യം നീക്കം നടത്തുന്നത്. ഗൗതം. വിനോദ്, ഇന്നിപ്പോൾ പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. രാവിലെ 11 മണിക്കാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ലോക്സഭയും രാജ്യസഭയും ചേരാൻ പോകുന്നത്. അതിനു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും. 10:30-ക്കാകും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുക. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകതകളും എങ്ങനെ വേണം ഈ സമ്മേളനത്തെ നോക്കിക്കാണേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള സന്ദേശം പ്രധാനമന്ത്രി നൽകും. ഓരോ പാർലമെന്റ് സമ്മേളനങ്ങളും ചേരുന്നതിന്റെ മുന്നോടിയായി അതിന്റെ ആദ്യ ദിവസം പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കാറുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം തന്നെ സഭാ നടപടികൾ സ്തംഭിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രാവിലെ 10 മണിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയുടെ കക്ഷി നേതാക്കളുടെ ഒരു യോഗം പാർലമെന്റിൽ തന്നെ വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിനകത്ത് എന്തൊക്കെ വിഷയങ്ങൾ ഉയർത്തി സഭാ നടപടികൾ ബഹളത്തിൽ മുക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ച നടക്കും. പ്രധാനമായും അദാനിക്കെതിരെ ഉയർന്നിട്ടുള്ള പരാതി, US-ൽ ഉയർന്നു വന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് തന്നെയാകും ഇന്നത്തെ ദിവസം പ്രതിപക്ഷം ബഹളം വയ്ക്കാൻ ശ്രമിക്കുക. JPC അന്വേഷണം ഈ വിഷയത്തിൽ വേണം എന്ന ആവശ്യം ഒരുപക്ഷെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം മണിപ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഘർഷം, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും മണിപ്പൂരിൽ സംഘർഷം നടന്നത്. ഏതാണ്ട് 20-ന് മുകളിൽ ആളുകൾ കൊല്ലപ്പെടുന്ന സംഭവമുണ്ടായി. ആ വിഷയം കൂടി ഉയർത്തിപ്പിടിച്ച് ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചകൾ തന്നെ ബഹളത്തിൽ മുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രതിപക്ഷം നടത്താൻ പോകുന്നത്. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് രാവിലെ 10 മണിക്ക് മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ള ഉജ്ജ്വലമായ വിജയം, ഒപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ച് വളരെ വിശാലമായ സംസ്ഥാനങ്ങളിൽ ബീഹാർ, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങി ഭാരതത്തിലെ വലിയ സംസ്ഥാനങ്ങളിലെല്ലാം ഉപതെരഞ്ഞെടുപ്പുകളിൽ വൻ മുന്നേറ്റമാണ് BJP നടത്തിയത്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം കൂടി ലഭിച്ച കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ബില്ലുകളുമായി മുന്നോട്ട് പോകും. നിലവിൽ സർക്കാർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 16 ബില്ലുകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഖഫാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. കാരണം രാജ്യത്തൊട്ടാകെ വഖഫുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ്. കേരളത്തിലെ മുനമ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സമരം ദേശീയ തലത്തിൽ തന്നെ ഇതിനകം ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതിനാൽ മുനമ്പം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ വഖഫ് നടത്തിയിട്ടുള്ള അധിനിവേശങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഈ നിർണായകമായ ബില്ലിന്റെ ലക്ഷ്യം എന്നത്. നിലവിൽ ബില്ല് JPCയുടെ പരിഗണനയ്ക്കാണ്. ഈ മാസം 29-ന് JPC ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സർക്കാരിന് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ശൈത്യകാല സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് പാസ്സാക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം. വിനോദ്. തീർച്ചയായും പാർലമെന്റ് ശൈത്യകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുന്നു. വഖഫ് ഭേദഗതി അടക്കമുള്ള വളരെ സുപ്രധാനമായ ബില്ലുകൾ പരിഗണിക്കുന്നു. അപ്പോഴാണ് അദാനി വിഷയം ഉയർത്തി സഭ സ്തംഭിപ്പിക്കാൻ ഇന്ത്യ സഖ്യം നീക്കം നടത്തുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.